വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 3 23 മുതൽ 38 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ വംശാവലി. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിൻ്റെയും, മത്താത്ത് ലേവിയുടെയും, ലേവി മെൽക്കിയുടെയും, മെൽക്കി യാനിയുടെയും, യാനി ജോസഫിൻ്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയായുടെയും, മത്താത്തിയ ആമോസിൻ്റെയും, ആമോസ് നാവൂമിൻ്റെയും, നാവൂം എസ്ലിയുടെയും, എസ്ലി നഗായിയുടെയും പുത്രൻ. നഗായി മാത്തിൻ്റെയും, മാത്ത് മത്താത്തിയായുടെയും, മത്താത്തിയ സെമയിൻ്റെയും, സെമയിൻ യോസെക്കിൻ്റെയും, യോസെക് യോദായുടെയും പുത്രൻ. യോദ യോഹന്നാൻ്റെയും, യോഹന്നാൻ റേസായുടെയും, റേസ സെറുബാബേലിൻ്റെയും, സെറുബാബേൽ സലാത്തിയേലിൻ്റെയും, സലാത്തിയേൽ നേരിയുടെയും പുത്രൻ. നേരി മെൽക്കിയുടെയും, മെൽക്കി അദ്ദിയുടെയും, അദ്ദി കോസാമിൻ്റെയും, കോസാം എൽമാദിൻ്റെയും, എൽമാദാം ഏറിൻ്റെയും പുത്രൻ. ഏർ ജോഷയുടെയും, ജോഷ ഏലിയസറിൻ്റെയും, ഏലിയസർ യോറീമിൻ്റെയും, യോറീം മത്താത്തിൻ്റെയും, മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ശിമയോൻ്റെയും, ശിമയോൻ യൂദയായുടെയും, യൂദ ജോസഫിൻ്റെയും, ജോസഫ് യോനാമിൻ്റെയും, യോനാം ഏലിയാക്കിമിൻ്റെയും പുത്രൻ. ഏലിയാക്കിം മെലയായുടെയും, മെലയ മെന്നായുടെയും, മെന്ന മത്താത്തായുടെയും, മത്താത്ത നാഥാൻ്റെയും, നാഥാൻ ദാവീദിൻ്റെയും പുത്രൻ. ദാവീദ് ജസ്സയുടെയും, ജസ്സെ ഓബദിൻ്റെയും, ഓബദ് ബോവസിൻ്റെയും, ബോവസ് സാലായുടെയും, സാല നെഗഷോൻ്റെയും പുത്രൻ. നെഗഷോൻ അമിനാദാബിൻ്റെയും, അമിനാദാബ് ആദമിൻ്റെയും, ആദമിൻ അർണിയുടെയും, അർണി ഹെസ്രോൻ്റെയും, ഹെസ്രോൻ പേരസിൻ്റെയും, പേരസ് യൂദയായുടെയും പുത്രൻ. യൂദ യാക്കോബിൻ്റെയും, യാക്കോബ് ഇസ്ഹാക്കിൻ്റെയും, ഇസ്ഹാക്ക് അബ്രഹത്തിൻ്റെയും, അബ്രഹാം തേരയായുടെയും, തേര നാഹോറിൻ്റെയും പുത്രൻ. നാഹോർ സെറൂഹിൻ്റെയും, സെറു റവുവിൻ്റെയും, റവു പേലഗിൻ്റെയും, പേലഗ് ഏബറിൻ്റെയും, ഏബർ ഷേലായുടെയും പുത്രൻ. ഷേല കൈനാൻ്റെയും, കൈനാൻ അർഫക്സാദിൻ്റെയും, അർഫക്സാദ് ഷേമിൻ്റെയും, ഷേം നോഹയുടെയും, നോഹ ലാമക്കിൻ്റെയും പുത്രൻ. ലാമക് മെത്തുസലഹിൻ്റെയും, മെത്തുസലഹ് ഹെനോക്കിൻ്റെയും, ഹെനോക്ക് യാരദിൻ്റെയും, യാരദ് മഹലലേലിൻ്റെയും, മഹലലേൽ കൈനാൻ്റെയും പുത്രൻ. കൈനാൻ ഏനോസിൻ്റെയും, ഏനോസ് സേത്തിൻ്റെയും, സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു. ആദം ദൈവത്തിൻ്റെതുമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി.